പ്രൈസ് ദ ലോർഡ്. ജീവജലം എന്ന പ്രതിദിന വാഗ്ദത്ത വചനത്തിലേക്ക് ലോകമെമ്പാടുമുള്ള ദൈവമക്കൾക്ക് വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ സ്നേഹ വന്ദനം. ഇന്ന് 2025 മാർച്ച് മാസം 18 തീയതി ചൊവ്വാഴ്ച. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ കൃപയാൽ നാം ഏവരും ഒരു പുതുദിനത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഈ ദിനം സന്തോഷത്തിൻ്റെയും നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും ദിനമായി ഏവരും ആയിരിക്കുന്നിടങ്ങളിൽ സ്വർഗീയ പരിപാലനത്താൽ നമ്മെ കാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടും ആത്മാർത്ഥമായ ആശംസയോടും ഇന്നത്തെ വാഗ്ദത്ത വചനത്തിനായി ഒരുങ്ങാം. ഇന്ന് ജീവജലത്തിൽ കൂടി പ്രോമിസ് വേഴ്സായി നമുക്ക് ലഭിച്ചിരിക്കുന്നത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 2-ാം അധ്യായം 11-ാം വാക്യം. 2 Corinthians chapter 2 verse 11 നാം ഇപ്രകാരം വായിക്കുന്നു: സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, അവന്റെ തന്ത്രങ്ങളെ നാം അറിയാത്തവരല്ലോ. കൊരിന്ത് സഭ ഒത്തിരി കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന സഭയാണ്. കാരണം അന്നത്തെ കൊരിന്ത് ഒരു വലിയ വാണിജ്യ വ്യവസായ മേഖലയും കേന്ദ്രവുമാണ്. അതുകൊണ്ട് സാമ്പത്തികമായി, സാമൂഹികമായി, സാംസ്കാരികമായി ഒക്കെ ഉയർന്ന നിലവാരം പുലർത്തിയിരുന്നു. എന്നാൽ അതോടൊപ്പം തന്നെ സമൂഹത്തിലെ പുഴുക്കുത്തുകളും അവിടെ നിലനിന്നു. അവിടുത്തെ സഭയും ശക്തമായിരുന്നു. പക്ഷേ ചുറ്റുപാടുകളുടെ മാലിന്യം സഭയെയും പിടിച്ചിരുന്നു. ഇവയ്ക്കെല്ലാം തക്കതായ ശാസന ഉപദേശം പൗലോസ് തൻ്റെ 2 ലേഖനങ്ങൾ കൂടെ നൽകുന്നുണ്ട്. അങ്ങനെ അനേക കാര്യങ്ങൾ പറഞ്ഞ് പൗലോസ് കൊരിന്ത് സഭയിലെ വിശ്വാസ സമൂഹത്തെ വളരെ വ്യക്തമായി ഉപദേശിച്ച് വചനത്താൽ ഉറപ്പിച്ച് അവരോട് പറയുകയാണ്, സാത്താൻ നമ്മെ തോൽപ്പിക്കരുത്, നാം അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ലോ. വിശുദ്ധ വേദപുസ്തകം നാം പഠിക്കുമ്പോൾ മനുഷ്യന്റെ ഉൽപ്പത്തിയിൽ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ദൈവം തന്നെ സൃഷ്ടിച്ച് തന്റെ ജീവശ്വാസമൂതിയ ആ മനുഷ്യൻ ദൈവിക സംസർഗത്തിൽ നിന്നും ഏദൻ തോട്ടത്തിൽ നിന്നും പുറത്തായത് അല്ല, ദൈവം പുറത്താക്കിയത് ഈ സാത്താന്റെ തന്ത്രത്തിൽ പെട്ടതുകൊണ്ടാണ്. അവിടെ നിന്ന് മനുഷ്യനെ തിരിച്ച് ആ ദൈവിക സംസർഗത്തിലേക്ക്, ഏദൻ തോട്ടത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ ദൈവം അനവധി പദ്ധതികൾ ഒരുക്കി. പക്ഷെ അവയൊന്നും ശാശ്വത പരിഹാരം കണ്ടില്ല. നാം എബ്രായ ലേഖനം പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അതെ, മനുഷ്യരിൽ നിന്നുള്ള മഹാപുരോഹിതൻ ആദ്യം അവന് വേണ്ട പാപത്തിന് പരിഹാരയാഗം കഴിക്കണം. എന്നാൽ അങ്ങനെയുള്ള ഒരു മഹാപുരോഹിതനല്ല നമുക്ക് വേണ്ടത്. പവിത്രൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, സ്വർഗത്തേക്കാൾ ഉന്നതിയായുള്ള ഒരു മഹാപുരോഹിതൻ. അതാണ് യെശയ്യാവ് യേശുവിന്റെ ജനനത്തിന് ദീർഘകാലം മുൻപേ വിളിച്ചു പറഞ്ഞു, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോട് കൂടെ എന്ന് അർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. പുരുഷന്റെ ഇഷ്ടത്താലല്ല, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ കന്യക മറിയയിൽ ഉൽപാദിതമായി വിശുദ്ധ പ്രജ എന്ന് അറിയപ്പെടത്തക്കവണ്ണം ഇതാ ജനിക്കപ്പെട്ട യേശു. ആ യേശുവിൽ കൂടെ നമുക്ക് വിടുതൽ കിട്ടുന്നു. അങ്ങനെ സാത്താന്റെ തന്ത്രങ്ങളെ സ്വർഗത്തിലെ ദൈവം തന്റെ ഓമന കുമാരനാൽ ജയം നേടി നമുക്ക് ഒരു വലിയ വിടുതലും ജയവും നൽകിയിരിക്കുന്നു. അതുകൊണ്ട് നാം ഇനിയും സാത്താന്റെ തന്ത്രങ്ങളിൽ പെടരുത്.
സാത്താൻ നമ്മളെ തന്ത്രങ്ങളിൽ പെടുത്തുന്നത് വലിയ കാര്യങ്ങൾ കൂടെയൊന്നുമല്ല, ചെറിയ കാര്യങ്ങളിൽ കൂടെയാണ്. നമുക്കറിയാം, ഇന്നത്തെ യുവതലമുറ എത്രയോ ഭീകരമായ നിഷ്ഠൂരമായ നിലയിൽ പൊക്കൊണ്ടിരിക്കുന്നു. അത് നാം പറയും മദ്യവും മയക്കുമരുന്നും. അതെ, നിശ്ചയമായും അതിനപ്പുറത്തമായി ദൈവമില്ലാത്ത ഒരു തലമുറ, ദൈവഭയമില്ലാത്ത ഒരു തലമുറ, മാതാപിതാക്കളെ അനുസരിക്കാത്ത, ബഹുമാനിക്കാത്ത ഒരു തലമുറ, ദൈവവചനവുമായി യാതൊരു ബന്ധവുമില്ലാത്ത തലമുറ. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ പിതാക്കന്മാർ ദൈവവചനം കൊണ്ടു നടക്കുകയും അവർ മുഴങ്കാലുമടക്കി പ്രാർത്ഥിക്കുകയും ചെയ്തതിന്റെ ഫലമായി നമ്മുടെ തലമുറയെ ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ വളർത്തി, ഉയർത്തി, മാനിച്ചു, അനുഗ്രഹിച്ചു. പക്ഷെ ആ തലമുറയ്ക്കിന്ന് ദൈവഭയമില്ല, ദൈവത്തെ വേണ്ട, അന്യ ആരാധന, അതെ, സാത്താന്യ ആരാധന അങ്ങനെ നീണ്ടുപോകുന്നു ഇന്നിന്റെ മക്കൾ. അതെ, ഇതും സാത്താന്റെ മറ്റൊരു വലിയ തന്ത്രമാണ്. ദൈവത്തിന്റെ ആവശ്യം എന്താണ്? കോവിഡ് വന്ന കാലയളവിൽ പള്ളിയിൽ പോയില്ലല്ലോ, ആരാധിച്ചില്ലല്ലോ, കുർബാന കൂടിയില്ലല്ലോ, സ്തോത്രകാഴ്ച ഇട്ടില്ലല്ലോ, എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? ഇന്നത്തെ തലമുറയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരം പറയാൻ പറ്റാതെ വണ്ണം, ഉത്തരമില്ലാതെ വണ്ണം മാതാപിതാക്കൾ തലകുനിക്കുകയാണ്. സാത്താന്റെ മറ്റൊരു വലിയ തന്ത്രമാണ്. അതുകൊണ്ട് ദൈവജനമേ, ഞാൻ നിങ്ങളും ഒരു വിധത്തിലും സാത്താന്യ തന്ത്രങ്ങളിൽ പെടരുത്. സ്നേഹിക്കുവാൻ കഴിയാത്ത അവസ്ഥ, ക്ഷമിക്കുവാൻ കഴിയാത്ത അവസ്ഥ, ചേർത്ത് പിടിക്കുവാൻ കഴിയാത്ത അവസ്ഥ, അതിലുമുപരിയായി സകല മനുഷ്യരിലും സ്വാർത്ഥത നിറഞ്ഞു നിൽക്കുന്നു. സഹോദര ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നു. മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധങ്ങൾ അന്യം നിന്നു പോകുന്നു. രക്തബന്ധങ്ങൾ തമ്മിൽ കടിച്ചു കീറുന്നു. ഇന്നിന്റെ അവസ്ഥ വളരെ ഭീകരമാണ്. ഇതിനകത്തിലൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞും സാത്താൻ തന്റെ തന്ത്രങ്ങൾ പ്രയോഗിച്ച് അവൻ ജയം നേടുകയാണ്. എന്തിന്? നമ്മുടെ ആത്മീയ സഭാ ജീവിതത്തിലോട്ട് ഒന്ന് തലയോടിച്ചാട്ട്. കഴിഞ്ഞ നാളുകൾ നമ്മുടെ പിതാക്കന്മാർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. ഇന്ന് ആ സഭകൾ അന്യം നിന്ന് പോവുകയാണ്. സഭയ്ക്കകത്ത് ദൈവകൃപ നഷ്ടമായി. അധികാരത്തിനും പണത്തിനും സ്ഥാനത്തിനും മാനത്തിനും വേണ്ടി അന്യോന്യം കടിച്ചു കീറുന്ന ചെന്നായ്ക്കളെ പോലെ സഭ ഇന്ന് ശിഥിലീകരിക്കപ്പെടുന്നു. ദർശനമില്ലാത്തവർ സഭയുടെ ഉന്നത പദവികളിലെത്തുന്നു. മറ്റ് ലക്ഷ്യങ്ങളോടുകൂടി സഭാ ശുശ്രൂഷകളിൽ ആള് എത്തിച്ചേരുന്നു. ദൈവവിളിക്ക് സ്ഥാനമില്ല, ദൈവിക ആലോചനയ്ക്ക് സ്ഥാനമില്ല, ദൈവഹിതത്തിന് സ്ഥാനമില്ല. അങ്ങനെ സഭകൾ പിശാചിന്റെ തന്ത്രത്തിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പ്രിയ ദൈവമക്കളെ, നാം അവന്റെ തന്ത്രങ്ങളെ അറിയാത്തവരല്ല. ആകയാൽ ആ പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ സർവായുധ വർഗം ധരിക്കണം. അതിന് നാം എന്തു ചെയ്യണം? അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കണം. ഈ നാളുകളിൽ ശക്തമായി പ്രാർത്ഥിക്കുക. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇന്നത്തെ തലമുറ, അവർക്ക് വിവാഹം വേണ്ട, കുടുംബജീവിതം വേണ്ട, ബന്ധങ്ങൾ വേണ്ട, സഭ വേണ്ട, ദൈവം വേണ്ട, വേദപുസ്തകം വേണ്ട, ആത്മീയ പശ്ചാത്തലം വേണ്ട. പിശാചിന്റെ മറ്റു രൂപങ്ങളായി ഇന്ന് വർത്തിക്കുകയാണ്. ഒന്നിനും സമയമില്ല, ഒന്നിനും സമയമില്ല. പ്രാർത്ഥിക്കാൻ, ദൈവത്തെ വിളിക്കാൻ, ദൈവസന്നിധിയിലിരിക്കുവാൻ സമയമില്ല. അതുകൊണ്ട് ഈ നാളുകളിൽ ഞാൻ നിങ്ങളെ കണ്ണടച്ചിരുട്ടാക്കി പിശാചിന്റെ കയ്യിലെ ദൈവവചനത്തിന് കീഴിൽ ശക്തമായി മുന്നേറാം. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ ദൈവവചനം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ജീവജലത്തിന്റെ ശ്രോതാക്കളെ, ദൈവമക്കളെ, നമ്മുടെ ഈ നൂറ്റാണ്ടിന് വേണ്ടി ശക്തമായി പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം.
നമ്മുടെ ചുറ്റുപാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള കുഗ്രാമങ്ങളിലും പിശാചിന് പിടിമുറുക്കിയിരിക്കുകയാണ്. അതെ, ഓരോ ദിവസങ്ങളും വളരെ ക്രൂരവും നിഷ്ഠൂരവുമായ സംഭവ വികാസങ്ങൾ നടമാടുകയാണ്. വളരെ പെട്ടെന്ന് പണം ഉണ്ടാക്കുവാൻ, വളരെ പെട്ടെന്ന് കാര്യം സാധിക്കുവാൻ, വളരെ പെട്ടെന്ന് പണക്കാരനാകുവാൻ ഇന്ന് മനുഷ്യൻ നെട്ടോട്ടമോടുമ്പോൾ, അതെ, മാർഗമേതായാലും ലക്ഷ്യം നന്നായാൽ മതി എന്നുള്ള ചിന്തയിൽ തങ്ങളുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടുത്തി പിശാചിന്റെ തന്ത്രത്തിൽ വീണിരിക്കുന്നു. അതുകൊണ്ട് ഇന്ന് ദൈവമക്കൾ പ്രാർത്ഥനയോടെ മടങ്ങി വരണം. പ്രിയ ദൈവജനമേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവരുടെ ഭവനത്തിൽ നിങ്ങൾ പുറത്തു പറയണ്ട, ആരും അറിയണ്ട, ഈ നിലകളിൽ പിശാചിന്റെ തന്ത്രത്തിൽപ്പെട്ട മക്കളോ മരുമക്കളോ കൊച്ചുമക്കളോ സഹോദരങ്ങളോ കുടുംബാംഗങ്ങളോ ചുറ്റുപാടിലോ കൂട്ടുകാർ വശമോ ഉണ്ടെങ്കിൽ നിങ്ങൾ പേരെഴുതി വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നമ്മുടെ ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി ഉപവസിക്കാറില്ലേ? വിദേശത്ത് പോകുവാൻ, വിവാഹം നടക്കുവാൻ, ജോലി കിട്ടുവാൻ, പരീക്ഷയിൽ ജയിക്കുവാൻ, ഭവനം പണിയുവാൻ, അക്കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സാത്താന്റെ പ്രതിനിധികളായി നമുക്ക് ചുറ്റുമായിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരെ സ്വർഗം വിടുവിക്കട്ടെ. അതെ, പൗലോസിന്റെ ഈ ഉപദേശം ഇന്ന് നമുക്ക് ശിരസ വഹിക്കാം. പ്രാർത്ഥനയോടെ അടുത്തു വരാം. അങ്ങനെ ഒരു പുതിയ നവസമൂഹം കെട്ടിപ്പടുക്കുവാൻ, നമ്മുടെ സഭകളിൽ കുടുംബങ്ങളിൽ ദൈവകൃപ വ്യാപരിപ്പാൻ, അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുത്തൻ തലമുറയെ കർത്താവിന്റെ വരവ് വരെ നമുക്ക് ഈ സമൂഹത്തിന് പ്രദാനം ചെയ്തുകൊണ്ട് സഭയുടെ യഥാർത്ഥ സന്ദേശം, ദൈവം ഉദ്ദേശിച്ച പദ്ധതി നമ്മളിലൂടെ നിറവേറുവാൻ കർത്താവ് ഇടയാക്കട്ടെ. അതിന് ഇന്നത്തെ വാഗ്ദത്ത വചനത്തിന്റെ ആഹ്വാനം നമുക്ക് ഏറ്റെടുക്കാം. ഈ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് പ്രാർത്ഥനയോടെ ഇന്നിലേക്ക് ഇറങ്ങിത്തിരിക്കാം. സർവശക്തനായ ദൈവം നമ്മ ഏവരെയും അനുഗ്രഹിച്ച് തന്റെ കൃപയാൽ വഴി നടത്തട്ടെ. തലകളെ വണക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ എല്ലായ്പ്പോഴും സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹമേറിയ പുത്തൻ പ്രഭാതത്തിനായി നന്ദിയോട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. സാത്താന്റെ തന്ത്രങ്ങൾ ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ഞങ്ങൾക്ക് ചുറ്റും നടമാടുമ്പോൾ ഞങ്ങൾ അന്ധകാര ചുഴിയിൽ വീഴാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് സാത്താനെ ജയിപ്പാൻ ദൈവകൃപ ഞങ്ങളിൽ പകരണമേ. ഞങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി, ദേശത്തിനു വേണ്ടി, ചുറ്റുപാടിനു വേണ്ടി, രാജ്യത്തിനു വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ ഞങ്ങളെ ഈ നാളുകളിൽ ഒരുക്കണമേ. ഞങ്ങളുടെ ദേശത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിപ്പാൻ പ്രാർത്ഥനയോടെ ജനം ഉണരുവാൻ ഈ നാളുകളിൽ ഞങ്ങളെ ഒരുക്കണമേ. ഇന്ന് ദൈവജനം കേട്ട് ഈ സന്ദേശം ഉൾക്കൊള്ളുന്ന എല്ലാ പിതാക്കന്മാരെയും മാതാക്കളെയും സഹോദരങ്ങളെയും യുവജനങ്ങളെയും ഏൽപ്പിക്കുകയാണ്. വചനത്തിന് മുമ്പാകെ കീഴ്പ്പെട്ട് ദൈവകൃപയോടെ മുന്നേറിക്കൊണ്ട് സാത്താനെ ശക്തിയുക്തം എതിർത്തു നിൽക്കുവാൻ കഴിയുമെങ്കിൽ വെളിച്ച ദൂതന്റെ വേഷത്തിലും വരുന്ന പിശാചിനെ ഞങ്ങൾ ആട്ടിപ്പായിക്കുവാൻ ഉയരത്തിലെ ശക്തി ഞങ്ങളുടെ മേൽ ചൊരിയണമേ. എല്ലാവരെയും ഒരുപോലെ അനുഗ്രഹിക്കണം. സ്വർഗീയ നന്മകൾ കൊണ്ട് പൊതിയണം. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കുമാറാകണമേ. ആമീൻ, ആമീൻ, ആമീൻ. പ്രിയ ദൈവമക്കളെ, നാം കേട്ട ദൈവവചനം ഒരു വലിയ വെല്ലുവിളിയായി, എന്റെ ഉത്തരവാദിത്വമായി ഏറ്റെടുത്ത് നമ്മുടെ കുടുംബത്തിനു വേണ്ടി, സഭയ്ക്ക് വേണ്ടി, ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കാം. സാത്താന് നമ്മുടെ ഏരിയയിൽ, നമ്മുടെ സഭയിൽ, നമ്മുടെ കുടുംബത്തിൽ സ്ഥാനമില്ല. അതുകൊണ്ട് പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ പ്രാണത്യാഗം ചെയ്തുകൊണ്ട് പ്രാർത്ഥനയോടെ മുന്നേറാം. ഇന്നത്തെ ദിനം ജീവജലത്തിന്റെ എല്ലാ പ്രേക്ഷകർക്കും എല്ലാ നിലകളിലും സമാധാനത്തിന്റെയും അനുഗ്രഹത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനമാവട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന്മേൽ തമ്പുരാൻ ഇടപെടട്ടെ. നിങ്ങൾ ഭാരപ്പെടുന്ന, വിഷമിക്കുന്ന, സങ്കടപ്പെടുന്ന നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം കർത്താവ് ഏറ്റെടുത്ത് അതിന്മേൽ പരിപൂർണ സൗഖ്യം, സമാധാനം, അനുഗ്രഹം, ഉയരത്തിലെ വിടുതൽ നൽകി നന്മയോടെ കാക്കട്ടെ.
കർത്താവിന്റെ അനുഗ്രഹിക്കപ്പെട്ട മുന്തിരിത്തോട്ടത്തിൽ നിന്നും ബ്രദർ സന്തോഷ് കൊടുകുളഞ്ഞി. ഗോഡ് ബ്ലെസ്സസ് ഓൾ.